ഇതുപോലുള്ള കഥാപാത്രം ഇനി എനിക്ക് ചെയ്യണം, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. നമ്മളെ ബോംബെയിലോട്ട് ധ്യാൻ പറയുന്ന പോലെ ഫുൾ ടൈം ബോംബെയിലല്ല, നാട്ടിലുണ്ട്. അപ്പോൾ രഞ്ജിത്തോട് ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാൻ വേറെ RDX കഴിഞ്ഞ് വേറെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പോകാൻ നേരത്ത് തിരിച്ച് മലയാളത്തിലൊരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് നീരജ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് രഞ്ജിത്തേട്ട ഒരു കോൾ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ബിക്കോസ് എനിക്കിൻ്റെ കഥ ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും എന്താ പറയുക, ഇതൊരു എൻസംബിൾ കാസ്റ്റ് സംഭവമാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ചെയ്ത് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യകാലങ്ങളിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട എൻ്റെ കഥാപാത്രങ്ങളുണ്ട്. വടക്കൻ സെൽഫിയിലെയും സപ്തമിസിലെയൊക്കെ അത്തരം ക്യാരക്ടേഴ്സ്, അത്തരം ഒരു ക്യാരക്ടർ ആൾക്കാർക്ക് ലൈക്കബിൾ ആകുന്നൊരു ക്യാരക്ടർ ഗംഭീരമായിട്ടല്ലേ. ഇത് കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മുമ്പിൽ വളരെ കാലമായിട്ട് കാണുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് NRIകൾ അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ അത് കൃത്യമായി അതിൻ്റെ ആ ഗ്രാഫ് ആ തുടക്കം മുതൽ അവസാനം വരെ കാണേണ്ട മനസ്സിലാവുള്ളൂ. വളരെ കൃത്യമായി കൊണ്ടുവരികയാണ്. ഗംഭീരമായി പെർഫോം ചെയ്തിരുന്നു. ഞാൻ എപ്പോഴും നീരജിനോട് പറയും, ഇത്തരം ക്യാരക്ടേഴ്സ് നീരജ് വളരെ അനായാസമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇങ്ങനെ ഒരു ആള് എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും കാണുമ്പോൾ പറയും. അതുകൂടെ അജുണ്ട്, ഗൗരിയുണ്ട്, ഇവരൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നവരാണ്. അത് ഇതിനകത്തുണ്ടാവും. താങ്ക് യു ഫോർ. അതായത് ഞാനിത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ മലയാളത്തിലില്ലായിരുന്നു ഒരുപാട് അങ്ങനെ. അതായത് ആക്ച്വലി ഞാൻ അവൈലബിൾ ആണ്, പക്ഷേ എവിടേക്കോ ഫോക്കസ് മാറിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത് തിരിച്ച് പിടിച്ച് കൊണ്ടുവന്ന് തന്നെ രഞ്ജിത്തേട്ടന് ഭയങ്കര താങ്ക്സ്. കാരണം ഇദ്ദേഹം പറയുമ്പോൾ ഇത്രയും ലെഗസിയുള്ള ഒരു പ്രൊഡ്യൂസറാണ്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള എന്ത് കാര്യത്തിനും എന്താ പറയുക, നമ്മൾ എന്താ പറയുക എത്രയോ ജൂനിയർ ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ സബ്ജക്റ്റിന് നമ്മൾ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് കൊണ്ടുവന്ന് ഇതിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സസ് ആയിരുന്നു അത്. ചേട്ടൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള കഥാപാത്രം ഇനി എനിക്ക് ചെയ്യണം, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. നമ്മളെ ബോംബെയിലോട്ട് ധ്യാൻ പറയുന്ന പോലെ ഫുൾ ടൈം ബോംബെയിലല്ല, നാട്ടിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അസോസിയേഷൻസ് ഇനിയും ചെയ്യാൻ ഉള്ള അവസരങ്ങൾ ഉറപ്പായിട്ടും. കാരണം ഇത് മലയാളി എന്ന് പറയുന്ന ഒരാൾക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന, മലയാളികൾ കണ്ടിട്ടുള്ള ആളുകളായിട്ട് അഭിനയിക്കുമ്പോൾ കൂടുതൽ സ്നേഹമാണ്. ഇതിനകത്ത് ഒരു പ്രൊമോയിൽ പറയുന്നുണ്ട്, പഴയ മിഥുനവും ഒക്കെ പറയുന്നില്ലേ. ശരിക്കും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഒരാളുടെ ജീവിതത്തിൽ വരവേൽപ്പൊക്കെ പറയുന്നത് നമ്മൾ അന്ന് എന്തുമാത്രം ഇഷ്ടപ്പെട്ടു അതുപോലെ ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ് ഇത്. ഗംഭീരമായിട്ട് ഇതിട്ടുണ്ട്.